AI ലോകത്തിലേക്ക് സ്വാഗതം. ഇനി നിങ്ങൾക്കും വിസ്മയങ്ങൾ സൃഷ്ടിക്കാം. ഒറ്റ ക്ലിക്കിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ വന്നുകഴിഞ്ഞു. ഒരു സൗജന്യവും അതിസുലഭവുമായ AI പ്ലാറ്റ്ഫോം. ഒരു കാര്യം, എൻ്റെ ഈ ശബ്ദം വരെ ഗൂഗിൾ AI സ്റ്റുഡിയോ ഉണ്ടാക്കിയതാണ്. മനോഹരമായ ഫോട്ടോകളും വീഡിയോകളും ഈ AI ഉപയോഗിച്ച് സൃഷ്ടിക്കാം. നിങ്ങളുടെ സ്വന്തം സമർത്ഥമായ ചാറ്റ്ബോട്ട് രൂപകൽപ്പന ചെയ്യാം. വെറുമൊരു മിനിറ്റിൽ മണിക്കൂറുകളുടെ യൂട്യൂബ് വീഡിയോകൾ സെക്കൻഡുകളിൽ സംഗ്രഹിക്കാം. കോഡിംഗ് അറിയാത്തവർക്കും ആപ്പുകൾ സൃഷ്ടിക്കാം. വിശ്വസിക്കാൻ പ്രയാസമാണോ? ഈ വീഡിയോയിൽ ഞാൻ ലൈവായി ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഗൂഗിൾ AI സ്റ്റുഡിയോ തുടക്കക്കാർക്ക് വെറും 5 മിനിറ്റിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യമായി astudio.google.com എന്ന ഗൂഗിൾ AI സ്റ്റുഡിയോ ഹോം പേജിലേക്ക് പോകുക. ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ സേവന നിബന്ധനകളും സ്വകാര്യതാ നയവും കാണിക്കുന്ന ഒരു വിൻഡോ കാണാം. വിവരങ്ങൾ പരിശോധിച്ച ശേഷം ആദ്യത്തെ ചെക്ക് ബോക്സ് തിരഞ്ഞെടുത്ത് താഴെ വലതുഭാഗത്തുള്ള ഐ അക്സെപ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇവിടെ ഗൂഗിളിൻ്റെ വിവിധ AI ടൂളുകളും ജെമിനി മോഡലുകളും പരീക്ഷിക്കാം. ചാറ്റ് ടാബിൽ നിന്ന് ലളിതമായ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് AIയുമായി സംവദിക്കാൻ സാധിക്കും. സ്ട്രീം ടാബിൽ നിന്ന് AIയുമായി വോയിസ് ഉപയോഗിച്ച് സംസാരിക്കാനോ സ്ക്രീൻ പങ്കിട്ട് AIയെ വിശകലനം ചെയ്യാനോ സാധിക്കും. ജനറേറ്റ് മീഡിയ ടാബിൽ നിന്ന് AI ഉപയോഗിച്ച് മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും ഉണ്ടാക്കാം. ബിൽഡ് ടാബിൽ നിന്ന് ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് കോഡ് എഴുതി ആപ്പുകളും വിഡ്ജറ്റുകളും ഉണ്ടാക്കാനും ക്ലൗഡ് റൺ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ അവ ഡിപ്ലോയ് ചെയ്യാനും സാധിക്കും. ഇവ ഓരോ ടാബിൻ്റെയും ഒരു അവലോകനമാണ്. ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ആദ്യമായി ചാറ്റ് ടാബിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് AIയുമായി ചാറ്റ് ചെയ്യാം. കൂടാതെ സ്ഥിരമായ പ്രതികരണങ്ങൾക്കായി AI ഔട്ട്പുട്ടുകൾക്ക് ഘടന നൽകാനും സാധിക്കും. മുകളിലുള്ള ടൂൾ ബാറിൽ നിന്ന് AIക്കുള്ള സിസ്റ്റം നിർദ്ദേശങ്ങൾ ചേർക്കാനും SD കോഡ് നേടാനും നിങ്ങളുടെ പ്രോംപ്റ്റ് പങ്കിടാനും മറ്റും സാധിക്കും. വലതുവശത്ത് റൺ സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കാം. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ജെമിനി AI മോഡലാണ് ഉപയോഗിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം. ഏറ്റവും പുതിയ മോഡലായ ജെമിനി 2.5 Pro ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു. ഇതിന് താഴെ നിങ്ങളുടെ ടോക്കൺ എണ്ണം കാണാം. ഗൂഗിൾ AI സ്റ്റുഡിയോ സൗജന്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത എണ്ണം ടോക്കണുകൾ ലഭ്യമാണെന്ന് ഓർക്കുക. താപനില സ്ലൈഡർ ബാർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്ലൈഡർ ബാർ ഉപയോഗിച്ച് മോഡലിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ക്രമരഹിതവും സർഗാത്മകതയും നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന മറ്റു ചില ടൂളുകളും ഇവിടെയുണ്ട്. AIയുമായി ചാറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ഫീൽഡ് ഉപയോഗിക്കാം. AIയെ വിശകലനം ചെയ്യാൻ ചിത്രങ്ങൾ, വീഡിയോകൾ, ഫോൾഡറുകൾ, ഓഡിയോ ഫയലുകളും ചേർക്കാം. ഒരു ഉദാഹരണത്തിന് ചാറ്റ് ഫീച്ചർ ഉപയോഗിച്ച് ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് പരീക്ഷിക്കാം. നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്നുണ്ടെന്നും ക്ലയൻസിനെ പുതിയ വെബ്സൈറ്റിനെക്കുറിച്ച് അറിയിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെന്നും കരുതുക. AIയോട് നിങ്ങളുടെ പുതിയ വെബ്സൈറ്റ് അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ക്ലയൻസിനെ അറിയിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വിവരണം എഴുതാൻ ആവശ്യപ്പെടാം. ഒരു ആവേശകരമായ ടോൺ ഉപയോഗിക്കാനും നിർദ്ദേശിക്കാം. വലതുവശത്ത് നോക്കിയാൽ ഈ അഭ്യർത്ഥനയ്ക്ക് 29 ടോക്കണുകൾ എടുക്കുമെന്ന് കാണാം. ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകിയ ശേഷം റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ ടെക്സ്റ്റ് പ്രോംപ്റ്റ് വിശകലനം ചെയ്യുകയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനായി നിരവധി ഓപ്ഷനുകൾ നൽകുകയും ചെയ്യും. ഇത് 3 ഓപ്ഷനുകൾ ഉണ്ടാക്കി. താഴെ ചില നുറുക്കുകളും നിർദ്ദേശങ്ങളുമുണ്ട്. ലഭിച്ച 3 ഫലങ്ങളിൽ ആദ്യത്തെ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടാലും അത് അല്പം ദൈർഘ്യമുള്ളതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഐ ലൈക്ക് ദ ഫസ്റ്റ് ഓപ്ഷൻ ബട്ട് മേക്ക് ഇറ്റ് ഷോർട്ടർ എന്ന് ചേർത്ത് എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വെബ്സൈറ്റ് ജൂൺ 10 ശനിയാഴ്ച ലോഞ്ച് ചെയ്യുമെന്ന് ചേർക്കാനും ഉദ്ദേശിക്കുന്ന ചിത്രവും അപ്ലോഡ് ചെയ്യാനും സാധിക്കും. AIയെ വിശകലനം ചെയ്യുന്നതിന് പോസ്റ്റ് ചിത്രം അപ്ലോഡ് ചെയ്യാൻ വലതുവശത്തുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഇമേജ് തിരഞ്ഞെടുക്കുക. ചിത്രം തുറന്ന ശേഷം ടെക്സ്റ്റ് പ്രോംപ്റ്റിന് താഴെ ചിത്രം ദൃശ്യമാകും. ഇപ്പോൾ പോസ്റ്റ് തിരുത്താനുള്ള ടെക്സ്റ്റ് പ്രോംപ്റ്റും ചിത്രവും ചേർത്തതിനാൽ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ ടെക്സ്റ്റ് പ്രോംപ്റ്റും ചിത്രവും വിശകലനം ചെയ്യുകയും പോസ്റ്റ് ടെക്സ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. AI നിങ്ങളുടെ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുകയും ഇപ്പോൾ അത് ചെറുതും കൂടുതൽ നേരിട്ടുള്ളതുമായിരിക്കും. ലോഞ്ച് തീയതി വ്യക്തമായി രേഖപ്പെടുത്തുകയും ചിത്രത്തിൽ നിന്ന് വെബ്സൈറ്റിൻ്റെ പേരെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ AI ഉണ്ടാക്കിയ ടെക്സ്റ്റ് ഉപയോഗിച്ച് പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പുതിയ ചാറ്റ് തുടങ്ങാൻ തയ്യാറാകുമ്പോൾ മുകളിലുള്ള ടൂൾ ബാറിലുള്ള ക്ലിയർ ചാറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ചാറ്റ് ക്ലിയർ ചെയ്യുകയും ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി. ഇനി ചാറ്റ് ടാബിൽ തന്നെ ഒരു ചാറ്റ് ബോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നിങ്ങളൊരു ഓൺലൈൻ ബ്രാൻഡ് നടത്തുന്നുണ്ടെന്നും ഓൺലൈൻ മാർക്കറ്റിംഗ് വർദ്ധിപ്പിക്കാൻ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കരുതുക.
ചാറ്റ്ബോട്ട് ഓൺലൈൻ മാർക്കറ്റിംഗിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനായി മുകളിലെ ടൂൾ ബാറിലെ ആദ്യത്തെ ഐക്കണിൽ പോയി ചില സിസ്റ്റം നിർദ്ദേശങ്ങൾ ചേർക്കുക. ഇതൊരു പുതിയ ടെക്സ്റ്റ് ഫീൽഡ് തുറക്കും. അവിടെ നിങ്ങളുടെ ചാറ്റ്ബോട്ടിൻ്റെ സ്വഭാവം രൂപപ്പെടുത്താനും സ്ഥിരവും പ്രസക്തവുമായ പ്രതികരണങ്ങൾ ഉറപ്പാക്കാനും സിസ്റ്റം നിർദ്ദേശങ്ങൾ ചേർക്കാം. കഴിയുന്നത്ര കൃത്യമായിരിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, സിസ്റ്റം നിർദ്ദേശങ്ങളായി "You are a friendly online marketing coach who helps beginners grow their brand with tips and encouragement. Use a casual, upbeat tone and keep answers under 100 words. Avoid technical jargon and don't discuss topics unrelated to online marketing" എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ശരിയായി പ്രവർത്തിക്കുകയാണെങ്കിൽ ചാറ്റ്ബോട്ട് ചെറുതും ഓൺലൈൻ മാർക്കറ്റിംഗ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളും നൽകണം. ഇത് പരീക്ഷിക്കാൻ ഓൺലൈൻ മാർക്കറ്റിംഗുമായി ബന്ധമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കാം. ടെക്സ്റ്റ് പ്രോംപ്റ്റായി "How many countries are there in the world" എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് റൺ ക്ലിക്ക് ചെയ്ത് ചാറ്റ്ബോട്ട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. "How many countries are there in the world" എന്ന ചോദ്യത്തിന് ഓൺലൈൻ മാർക്കറ്റിംഗ് കോച്ച് AI ചാറ്റ്ബോട്ട് ഇങ്ങനെ മറുപടി നൽകി: "That's a great question for trivia night, but for growing your business online, let's focus on things like finding your target audience or creating amazing content. What marketing challenges are you facing right now? I'm here to help." നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ AI ചാറ്റ്ബോട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുന്നു. ഇത് നന്നായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ മുകളിലുള്ള ടൂൾ ബാറിലുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് പുതിയ ചാറ്റ്ബോട്ട് സംരക്ഷിക്കാനും പങ്കിടാനും വെബ്സൈറ്റിൽ സംയോജിപ്പിക്കാനുള്ള കോഡ് നേടാനും സാധിക്കും. ചാറ്റ് ടാബിൽ നിന്ന് ടെക്സ്റ്റ് പ്രോംപ്റ്റുകളും ചാറ്റ്ബോട്ടുകളും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി. അടുത്തതായി ചാറ്റും സിസ്റ്റം നിർദ്ദേശങ്ങളും ക്ലിയർ ചെയ്ത് AI ഉപയോഗിച്ച് യൂട്യൂബ് വീഡിയോകൾ തൽക്ഷണം എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് നോക്കാം. ചാറ്റ് ടാബിൽ നിന്ന് യൂട്യൂബ് വീഡിയോകൾ എളുപ്പത്തിൽ വിഭജിക്കാനും വിശകലനം ചെയ്യാനും വീഡിയോ സംഗ്രഹിക്കാനും അടിക്കുറിപ്പുകൾ ഉണ്ടാക്കാനും മറ്റും AIയെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, 5 steps to building a personal brand you feel good about എന്ന ടെഡ് ടോക്ക് സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോയുടെ URL കോപ്പി ചെയ്ത് ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്ക് തിരിച്ചുപോയി ടെക്സ്റ്റ് പ്രോംപ്റ്റിന് താഴെയുള്ള ഫീൽഡിൽ പേസ്റ്റ് ചെയ്യുക. ലിങ്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ പ്രീവ്യൂ ദൃശ്യമാകും. വീഡിയോ ഉപയോഗിക്കുന്ന ടോക്കണുകളുടെ എണ്ണം താഴെയും വലതുവശത്തും കാണിക്കും. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ ചേർത്തതിനാൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ് എഴുതുക. ഈ ഉദാഹരണത്തിന് AIയോട് ഈ വീഡിയോ 5-6 ബുള്ളറ്റ് പോയിന്റുകളായി സംഗ്രഹിക്കാൻ ആവശ്യപ്പെടുക. ടെക്സ്റ്റ് പ്രോംപ്റ്റ് എഴുതിയ ശേഷം താഴെ വലതുഭാഗത്തുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ വീഡിയോയും ടെക്സ്റ്റ് പ്രോംപ്റ്റും വിശകലനം ചെയ്യുകയും സംഗ്രഹമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ വീഡിയോയുടെ ദൈർഘ്യമനുസരിച്ച് ഇതിന് കുറച്ച് സമയമെടുത്തേക്കാം. എന്നാൽ അത് പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ AI ഉണ്ടാക്കിയ 5-6 ബുള്ളറ്റ് പോയിന്റ് സംഗ്രഹം ലഭിക്കും. ടെഡ് ടോക്കിൻ്റെ AI ഉണ്ടാക്കിയ സംഗ്രഹം 6 ബുള്ളറ്റ് പോയിന്റുകളായി സംഗ്രഹിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. നിങ്ങളുടെ വിവരണം നിയന്ത്രിക്കുക. നിങ്ങളുടെ അടിത്തറ നിർവചിക്കുക. നിങ്ങളുടെ പ്രേക്ഷകരെ അറിയുക. ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ബ്രാൻഡ് ഓൺലൈനിൽ തന്ത്രാത്മകമായി പണിതുയർത്തുക. ബ്രാൻഡിങ്ങിനെ വളർച്ചയായി കാണുക. ഒരു നീണ്ട യൂട്യൂബ് വീഡിയോ കാണുന്നതിനു പകരം ഏതാനും ക്ലിക്കുകളിലൂടെ AI ഉപയോഗിച്ച് അത് സംഗ്രഹിക്കാൻ സാധിക്കും. ഒരു ചാറ്റ്ബോട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു വീഡിയോ വിശകലനം ചെയ്യുകയാണെങ്കിലും ചാറ്റ് ടാബ് AIയുമായി ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാക്കുന്നു. അടുത്തതായി സ്ട്രീം ടാബ് ഉപയോഗിച്ച് AIയുമായി തൽക്ഷണം എങ്ങനെ സംവദിക്കാമെന്ന് നോക്കാം. ഇവിടെ ജെമിനിയുമായി സംസാരിക്കാനും തൽക്ഷണ പ്രശ്നപരിഹാരത്തിനും ട്രബിൾ ഷൂട്ടിങ്ങിനും സ്ക്രീൻ പങ്കിടാനും സാധിക്കും. സ്ട്രീം ടാബിലെ ആദ്യത്തെ ഉദാഹരണമായി ടോക്ക് ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ടോക്ക് ഫീച്ചർ ഉപയോഗിച്ച് വോയിസ് ഇൻപുട്ട് ഉപയോഗിച്ച ജെമിനിയോട് തൽക്ഷണം ക്രിയേറ്റീവായ ഐഡിയകൾ ചോദിക്കാം. ഇത് തിരിച്ച് സംസാരിക്കുകയും തിരഞ്ഞെടുക്കാവുന്ന 30 വ്യത്യസ്ത ശബ്ദങ്ങളിൽ ഒന്നിൽ പ്രതികരിക്കുകയും ചെയ്യും. AI ശബ്ദം മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഡൗൺ മെനു ഉപയോഗിക്കുക. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വളർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ചില ഐഡിയകൾ ലഭിക്കാൻ ജെമിനിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കരുതുക. സംഭാഷണം തുടങ്ങാൻ ടോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടോക്ക് ഫീച്ചർ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ഗൂഗിളിന് മൈക്രോഫോൺ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്ന പോപ്പപ്പ് വിൻഡോ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ടോക്ക് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രീം ലൈവ് ആകുകയും AIയുമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ജെമിനി, എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വളർത്താൻ സഹായിക്കുന്ന 3 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഐഡിയകൾ എനിക്ക് നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ ജെമിനി 3 സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഐഡിയകൾ നൽകുന്നു. വിലപ്പെട്ട മാർക്കറ്റിംഗ് നുറുക്കുകളും ഉൾക്കാഴ്ചകളും നൽകുന്ന ഒരു ക്യാമ്പയിൻ നടത്തുക. വ്യവസായ അറിവ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏജൻസിയെ ഒരു ചിന്താനായകനായി സ്ഥാപിക്കുക.
ഒരു സൗജന്യ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഡിറ്റോ വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ പരിഗണിക്കുക. ഇത് സാധ്യത ഉള്ള ക്ലയന്റുകളെ ആകർഷിക്കാനും നിങ്ങളുടെ സേവനങ്ങൾ പ്രദർശിപ്പിക്കാനും മികച്ച മാർഗമാണ്. ഇത് ചോദ്യത്തിന് ഉത്തരം നൽകി ശബ്ദം ക്ലിയർ ആയിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സമയം AI-യുമായി സംസാരിക്കാം. നിങ്ങളുടെ എല്ലാ പ്രതികരണങ്ങളും ഇവിടെ ടെക്സ്റ്റും ഓഡിയോ വെർഷനുകളും ലഭ്യമാകും. പൂർത്തിയാകുമ്പോൾ ഇവിടെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രീം അവസാനിപ്പിക്കാം. നിങ്ങളുടെ സ്ട്രീം പുനരാരംഭിക്കാനോ പുതിയ സ്ട്രീം തുടങ്ങാനോ ഉള്ള ഓപ്ഷനുകൾ ലഭ്യമാകും. AI-യുമായി നേരിട്ട് സംസാരിക്കുന്നത് ആശയവിനിമയം നടത്താനുള്ള മികച്ച മാർഗമാണ്. എന്നാൽ സ്ട്രീം ടാബിൽ നിന്ന് ഷെയർ സ്ക്രീൻ ഫീച്ചർ ഉപയോഗിച്ച് AI-യെ സ്ക്രീൻ വിശകലനം ചെയ്യാനും സാധിക്കും. ഇത് ജെമിനിയെ നിങ്ങളുടെ വെബ്സൈറ്റുകൾ, പരസ്യങ്ങൾ അല്ലെങ്കിൽ സ്ക്രീനിലുള്ള മറ്റെന്തെങ്കിലും വിശകലനം ചെയ്യാനും ആശയങ്ങൾ നൽകാനും മെച്ചപ്പെടുത്തലുകൾ നിർദ്ദേശിക്കാനും അനുവദിക്കുന്നു. ഇത് പരീക്ഷിക്കാൻ ഷെയർ സ്ക്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്രൗസർ ടാബ്, ഒരു പ്രത്യേക വിൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സ്ക്രീൻ എന്നിവ കാണിക്കാൻ തിരഞ്ഞെടുക്കാവുന്ന ഒരു മെനു പ്രദർശിപ്പിക്കും. ഈ ഉദാഹരണത്തിന് നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിച്ച് AI-ക്ക് അത് വിശകലനം ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. പോസ്റ്റ് റീച്ച് വർദ്ധിപ്പിക്കാൻ ചില നല്ല ഹാഷ്ടാഗുകൾ നൽകാൻ കഴിയുമോ എന്ന് നോക്കുക. പോസ്റ്റ് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. വിൻഡോ ടാബിൽ നിന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണിക്കുന്ന വിൻഡോ തിരഞ്ഞെടുത്ത് താഴെ വലതുഭാഗത്തുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്ക്രീൻ ഇപ്പോൾ ജെമിനിയുമായി പങ്കിടുന്നു. നിങ്ങൾ സ്ട്രീം ടാബിലായതുകൊണ്ട് നിങ്ങളുടെ വിൻഡോ വിശകലനം ചെയ്യാൻ AI-യുമായി ചാറ്റ് ചെയ്യാൻ തുടങ്ങാം. ജെമിനി, ഈ പോസ്റ്റിൻ്റെ റീച്ച് വർദ്ധിപ്പിക്കാൻ ഞാൻ ഏത് ഹാഷ്ടാഗുകൾ ഉപയോഗിക്കണമെന്ന് ചോദിക്കുമ്പോൾ ജെമിനി മറുപടി നൽകുന്നു. നിങ്ങളുടെ പോസ്റ്റ് ഒരു വെബ്സൈറ്റ് ലോഞ്ചിനെക്കുറിച്ചായതിനാൽ #വെബ്സൈറ്റ് ലോഞ്ച്, #ന്യൂസ് സൈറ്റ് അല്ലെങ്കിൽ #ഓൺലൈൻ ബിസിനസ് പോലുള്ള ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാം. അവ നിങ്ങളുടെ പോസ്റ്റ് പുതിയ ഓൺലൈൻ ഉറവിടങ്ങളിൽ താൽപ്പര്യമുള്ള ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. ജെമിനിക്ക് നിങ്ങളുടെ സ്ക്രീൻ കാണാനും ചില നിർദ്ദേശങ്ങൾ നൽകാനും കഴിഞ്ഞു. ജെമിനിയുമായി നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സമയം ആശയവിനിമയം നടത്താം. പൂർത്തിയാകുമ്പോൾ സ്റ്റോപ്പ് ഷെയറിംഗ് ക്ലിക്ക് ചെയ്യും. ഓഡിയോയും ടെക്സ്റ്റും ലഭ്യമാകും. ഇപ്പോൾ നിങ്ങളുടെ ഹാഷ്ടാഗുകളും മറ്റ് നിർദ്ദേശങ്ങളും എടുത്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ചിനായുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം. ആശയവിനിമയം നടത്താനും AI-യുമായി നിങ്ങളുടെ സ്ക്രീൻ പങ്കിടാനും കഴിയുന്നത് ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറാണ്. ചാറ്റും സ്ട്രീം ടാബുകളിലെ വിവിധ ഫീച്ചറുകൾ നോക്കി. ഇനി ജനറേറ്റ് മീഡിയ ടാബിലേക്ക് പോകാം. ഇവിടെ വിവിധ AI മോഡലുകൾ ഉപയോഗിച്ച് ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും മൾട്ടി മോഡൽ ഉള്ളടക്കവും ഉണ്ടാക്കാം. ജനറേറ്റ് മീഡിയ ടാബിൽ നിന്ന് ആദ്യം AI ഉപയോഗിച്ച് ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. AI ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ജെമിനി മോഡലോ ഇമാജിൻ മോഡലോ ഉപയോഗിക്കാം. ഈ ഉദാഹരണത്തിന് ജെമിനി ഇമേജ് ജനറേഷൻ തിരഞ്ഞെടുക്കാം. ഇത് ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകാനുള്ള പേജിലേക്ക് കൊണ്ടുപോകും. ഒരു ക്ലയൻറ്റിന് ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്നും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിനായി ഒരു നല്ല ചിത്രം ആവശ്യമാണെന്നും കരുതുക. സ്റ്റോക്ക് ഫുട്ടേജ് വാങ്ങുന്നതിനോ ഒരു ഡിസൈനറെ നിയമിക്കുന്നതിനോ പകരം AI ഉപയോഗിച്ച് ഒന്നുണ്ടാക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് പ്രോംപ്റ്റായി എ വൈബ്രന്റ് കോഫി ഷോപ്പ് സീൻ വിത്ത് എ ലാറ്റെ ഓൺ എ വുഡൻ ടേബിൾ, ഫോട്ടോ റിയലിസ്റ്റിക് സ്റ്റൈൽ വിത്ത് എ 1:1 ആസ്പെക്ട് റേഷ്യോ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ പരസ്യത്തിന് ഒരു നല്ല ചിത്രമായിരിക്കും. ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകിയ ശേഷം വലതുഭാഗത്തുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ ടെക്സ്റ്റ് പ്രോംപ്റ്റ് വിശകലനം ചെയ്യുകയും ചിത്രമുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യും. നിങ്ങളുടെ ഫോട്ടോ റിയലിസ്റ്റിക് കോഫി ഷോപ്പ് രംഗം ഇപ്പോൾ ലഭ്യമാണ്. ഇത് വലുതാക്കി അടുത്തറിയാൻ തിരഞ്ഞെടുക്കാം. ഇത് വളരെ നന്നായി തോന്നുന്നു. AI ഉണ്ടാക്കിയതാണെന്ന് അറിയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു യഥാർത്ഥ ചിത്രമാണെന്ന് ചിന്തിക്കുമായിരുന്നു. ചിത്രം കാപ്പിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന് പിന്നിൽ ആളുകൾ കാപ്പി ഓർഡർ ചെയ്യുന്ന ഒരു സജീവമായ കോഫി ഷോപ്പ് ഒരു മങ്ങിയ പശ്ചാത്തലത്തിൽ കാണാം. ഇത് മികച്ചതായി തോന്നുന്നുണ്ടെങ്കിലും ആവശ്യമെങ്കിൽ ചിത്രം എത്ര എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാൻ ആഗ്രഹിക്കുന്നു. ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഡ് സ്റ്റീം ടു ഷോ ഇറ്റ്സ് ഹോട്ട് കോഫി എന്ന പുതിയ ടെക്സ്റ്റ് പ്രോംപ്റ്റ് ചേർക്കുക. ഇപ്പോൾ വലതുഭാഗത്തുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ ചിത്രം അപ്ഡേറ്റ് ചെയ്യും. ഇതിന് ചില നിമിഷങ്ങൾ മാത്രം വേണ്ടിവരും. അത് പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ കാപ്പിയിൽ നിന്ന് നീരാവി വരുന്നുണ്ട്. ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുകയും എഡിറ്റ് ചെയ്യുന്നതും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഐക്കൺ ഉപയോഗിച്ച് ചിത്രം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ ഉപയോഗിക്കാം. ജനറേറ്റ് മീഡിയ ടാബിൽ നിന്ന് ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി. ഇനി ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിച്ച് വീഡിയോകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് 5 മുതൽ 8 സെക്കൻഡ് വരെയുള്ള ചെറിയ ക്ലിപ്പുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ജനറേറ്റ് മീഡിയ ടാബിൽ നിന്ന് വീഡിയോകൾ ഉണ്ടാക്കാൻ VO മോഡൽ ഉപയോഗിക്കാം. ഇത് തുറക്കാൻ തിരഞ്ഞെടുക്കാം. ഇവിടെ ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് വീഡിയോകൾ ഉണ്ടാക്കാം. വലതുവശത്ത് മെനുവിൽ നോക്കിയാൽ നിങ്ങളുടെ വീഡിയോയ്ക്കായി വിവിധ സെറ്റിംഗ്സുകൾ തിരഞ്ഞെടുക്കാം. ഇതിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങളുടെ എണ്ണം,
ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ വീഡിയോ ഉണ്ടാക്കണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഡ്രോപ്പ് ഡൗൺ മെനു എന്നിവയും ഉൾപ്പെടുന്നു. നിങ്ങളുടെ വീഡിയോ ഉണ്ടാക്കാൻ ടെക്സ്റ്റ് ഫീൽഡിൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകുക. ആദ്യമായി വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ AI സ്റ്റുഡിയോയ്ക്ക് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പ്രവേശനം അനുവദിക്കേണ്ടി വരും. ഇത് ചെയ്യാൻ എലോ ആക്സസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ കോഫി ഷോപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെന്നും ഒരു നല്ല ഇൻസ്റ്റഗ്രാം റീൽ ഉണ്ടാക്കാൻ ഒരു വീഡിയോ ക്ലിപ്പ് ആവശ്യമാണെന്നും കരുതുക. AI ഉപയോഗിച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാൻ ടെക്സ്റ്റ് ഫീൽഡിൽ പോയി AIയോട് ഒരു ഡൈനാമിക് ക്ലിപ്പ് ഓഫ് എ കോഫി ഷോപ്പ് ബരിസ്ത പോറിംഗ് എ ലാറ്റ ഇൻ ആൻ ആർട്ട് സിനിമാറ്റിക് സ്റ്റൈൽ എന്ന് ആവശ്യപ്പെടുക. നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ വിവരിച്ചതിന് ശേഷം വലതുഭാഗത്തുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ ടെക്സ്റ്റ് പ്രോംപ്റ്റ് വിശകലനം ചെയ്യുകയും വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യും. ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ വീഡിയോ ഉണ്ടാക്കിക്കഴിഞ്ഞിരിക്കും. ഇത് വളരെ യാഥാർത്ഥ്യബോധമുള്ളതാണ്. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബരിസ്ത കാപ്പിയിലേക്ക് സാവധാനമൊരു ലാറ്റ ഒഴിക്കുന്നു. ഇത് അതിശയകരമായി തോന്നുന്നു. വീഡിയോ കൂടുതൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകി എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പുതിയ AI ഉണ്ടാക്കിയ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ക്ലയൻറ്റിനായുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇനി ഗൂഗിൾ AI സ്റ്റുഡിയോ വീഡിയോകളും ചിത്രങ്ങളും ഉണ്ടാക്കുന്നതിൽ നല്ലതാണെന്ന് കണ്ടു. എന്നാൽ ടെക്സ്റ്റ് ടു സ്പീച്ച് ഫീച്ചറും പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ജെമിനി AI മോഡൽ ഉപയോഗിച്ച് ടെക്സ്റ്റിനെ ശബ്ദമാക്കി മാറ്റാനും ഉയർന്ന നിലവാരത്തിലുള്ള വോയിസ് ഓവറുകളും വിവരണങ്ങളും ഉണ്ടാക്കാനും സാധിക്കും. മറ്റു ടെക്സ്റ്റ് ടു സ്പീച്ച് ടൂളുകൾ പരീക്ഷിച്ചിട്ടുണ്ട്. ചിലത് വളരെ മോശമായിരുന്നു. എന്നാൽ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ ഇത് പരീക്ഷിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ശബ്ദമുണ്ടാക്കാൻ ജനറേറ്റ് മീഡിയ ടാബിലേക്ക് പോകുക. ഇവിടെ മീഡിയ ഉണ്ടാക്കാൻ വിവിധ AI മോഡലുകൾ ആക്സസ് ചെയ്യാം. ശബ്ദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ജെമിനി സ്പീച്ച് ജനറേഷൻ മോഡൽ തിരഞ്ഞെടുക്കാം. ഇത് തുറക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ AI ഉപയോഗിച്ച് ടെക്സ്റ്റിന് ശബ്ദമാക്കി മാറ്റാം. വലതുവശത്തെ മെനുവിൽ നോക്കിയാൽ തിരഞ്ഞെടുക്കാവുന്ന നിരവധി ഓപ്ഷനുകൾ കാണാം. മോഡ് എന്നതിന് ബാനെ ഒരു സ്പീക്കറിനായോ ഒന്നിൽ കൂടുതൽ സ്പീക്കർമാർക്കോ ആയോ ഓഡിയോ ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കാം. ഈ ഉദാഹരണത്തിന് ഒരു സ്പീക്കറിനായി മാത്രം ഓഡിയോ ഉണ്ടാക്കാം. മോഡുകൾ മാറ്റുന്നത് പ്രിവ്യൂ ചെയ്യുന്നതും ശ്രദ്ധിക്കാം. AI ശബ്ദം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആഡ് ചെയ്യുക. ഈ ഉദാഹരണത്തിന് നിങ്ങളുടെ കോഫി ഷോപ്പ് ക്ലയൻറ്റിൻ്റെ പരസ്യത്തിൽ പ്രവർത്തിക്കുകയാണെന്നും അത് കൂടുതൽ പ്രൊഫഷണലാക്കാൻ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള വോയിസ് ഓവർ ആഡ് ചെയ്യണമെന്നും കരുതുക. ഇത് ചെയ്യാൻ ടെക്സ്റ്റ് ഫീൽഡിൽ പ്രോംപ്റ്റ് ആഡ് ചെയ്ത് AIയോട് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറയുക. നിങ്ങളുടെ കോഫി പരസ്യത്തിനായി AIയോട് ശബ്ദിക്കാൻ ശാന്തവും വിശ്രമിക്കുന്ന ടോണിൽ മായ്ക്കാൻ പറയുക. സ്ക്രിപ്റ്റിനായി അറ്റ് അവർ കോഫി ഷോപ്പ് യു ക്യാൻ സിപ്പ് ദ മൊമെന്റ് ആൻഡ് ടേസ്റ്റ് ദ വൈബ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ AI എന്താണ് പറയേണ്ടതെന്നും എങ്ങനെ പറയണമെന്നും വിവരിച്ചതിനാൽ വലതുവശത്തെ മെനുവിലേക്ക് തിരികെ പോയി ഒരു ശബ്ദം തിരഞ്ഞെടുക്കാം. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഉപയോഗിക്കാവുന്ന 30-ലധികം വ്യത്യസ്ത AI ശബ്ദങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഒരു ശബ്ദം പ്രിവ്യൂ ചെയ്യാൻ പേരിൻ്റെ ഇടതുവശത്തുള്ള പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതുതരം ശബ്ദവും കണ്ടെത്താൻ സാധിക്കും. എല്ലാ ശബ്ദവും വളരെ ഉയർന്ന നിലവാരത്തിലാണ്. ഈ ശബ്ദങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ മോഡ് തിരഞ്ഞെടുത്തു, ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആഡ് ചെയ്തു, ഒരു ശബ്ദം തിരഞ്ഞെടുത്തു. താഴെ പോയി റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ പ്രോംപ്റ്റ് വിശകലനം ചെയ്യുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. ഈ ചെറിയ ടാഗ് ലൈൻ ഉണ്ടാക്കാൻ 1 സെക്കൻഡ് മാത്രം മതി. അത് പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ഓഡിയോ ഫയൽ താഴെ ലഭ്യമാകും. നിങ്ങളുടെ പുതിയ AI ഉണ്ടാക്കിയ ശബ്ദം പ്ലേ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കുക. അറ്റ് അവർ കോഫി ഷോപ്പ് യു ക്യാൻ സിപ്പ് ദ മൊമെന്റ് ആൻഡ് ടേസ്റ്റ് ദ വൈബ്. ഇത് നിങ്ങളുടെ പരസ്യത്തിൽ നന്നായി പ്രവർത്തിക്കും. പുതിയ ഓഡിയോ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വലതുവശത്തുള്ള 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പ്ലേബാക്ക് വേഗത അഡ്ജസ്റ്റ് ചെയ്യാനോ ഫയൽ ഡൗൺലോഡ് ചെയ്യാനോ ഉള്ള മെനു പ്രദർശിപ്പിക്കും. ഡൗൺലോഡ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പുതിയ AI ഓഡിയോ ഫയൽ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ കോഫി ഷോപ്പ് പരസ്യ ക്യാമ്പയിനിൽ ഒരു പ്രൊഫഷണൽ വോയിസ് ഓവറായി ചേർക്കാം. ജനറേറ്റ് മീഡിയ ടാബിൽ നിന്ന് ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി. ഇനി ബിൽഡ് ടാബ് ഉപയോഗിച്ച് ആപ്പുകളും വിഡ്ജറ്റുകളും ഉണ്ടാക്കാൻ തൽക്ഷണം കോഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബിൽഡ് ടാബിൽ നിന്ന് ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ഗെയിമുകൾ, ബിസിനസ് ടൂളുകൾ അല്ലെങ്കിൽ മറ്റ് ആപ്പുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും ക്ലൗഡ് റൺ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ അവ ഡിപ്ലോയ് ചെയ്യാനും സാധിക്കും. ആപ്പുകൾ ഉണ്ടാക്കാൻ ഒരു വിലയേറിയ ഡെവലപ്പറെ നിയമിക്കുന്നതിന് പകരം ഇപ്പോൾ AI ഉപയോഗിച്ച് കോഡ് എഴുതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആപ്പ് ഉണ്ടാക്കാനും സാധിക്കും. ഷോക്കേസ് ടാബിൽ നിന്ന് ജെമിനി ഉപയോഗിച്ച് വികസിപ്പിച്ച എല്ലാത്തരം ആപ്പുകളും കാണാം. ഇത് ഏതാണ്ട് എന്തുമുണ്ടാക്കാൻ അനുവദിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. പേജിൻ്റെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ഇത് പരീക്ഷിക്കാം. ഒരു ആപ്പ് ഉണ്ടാക്കാൻ AIയോട് ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി പറയുക. നിങ്ങളുടെ കോഫി ഷോപ്പ് ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രവർത്തിക്കുകയാണെന്നും മെനു പ്രദർശിപ്പിക്കുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക. ഇത് ചെയ്യാൻ ക്രിയേറ്റ് എ വെബ് ആപ്പ് ഫോർ എ കോഫി ഷോപ്പ് ദാറ്റ് ഡിസ്പ്ലേസ് എ മെനു എന്ന ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആഡ് ചെയ്യുക. കൂടാതെ ഉപഭോക്താക്കൾ പ്രതികരണം ശേഖരിക്കാനുള്ള ആവശ്യപ്പെടുകയും ചെയ്യുക. കോഡ് സ്വയം എഴുതാൻ ദിവസങ്ങൾ ചെലവഴിക്കുന്നതിന് പകരം
അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന് ആയിരങ്ങളോളം ഡോളർ നൽകുന്നതിന് പകരം AI ഉപയോഗിച്ച് ആപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. നിങ്ങളുടെ ആപ്പ് ഉണ്ടാക്കാൻ വലതുഭാഗത്തുള്ള റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. AI നിങ്ങളുടെ ടെക്സ്റ്റ് പ്രോംപ്റ്റ് വിശകലനം ചെയ്യുകയും കോഡ് എഴുതാൻ തുടങ്ങുകയും ചെയ്യും. കോഡ് എഴുതാനും നിങ്ങളുടെ ആപ്പ് വികസിപ്പിക്കാനും ചില നിമിഷങ്ങൾ എടുത്തേക്കാം. എന്നാൽ അത് പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ആപ്പിന്റെ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പ്രിവ്യൂ വലതുവശത്ത് കാണാം. നിങ്ങളുടെ കോഫി ഷോപ്പ് വെബ്സൈറ്റിലേക്കുള്ള പുതിയ സംവേദകമായ മെനുവിൽ ഹെഡിംഗ്, വിവിധ മെനു സെക്ഷനുകൾ, എല്ലാത്തരം കാപ്പി സ്റ്റൈലുകൾ, ചിത്രങ്ങൾ, വിലകൾ എന്നിവയുണ്ട്. ആപ്പിന്റെ താഴെ ഉപഭോക്താക്കൾക്ക് അവരുടെ പ്രതികരണം പങ്കിടാനുള്ള സെക്ഷനുമുണ്ട്. അതിൽ അവരുടെ പേര്, ഇമെയിൽ, സ്റ്റോർ റേറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ നൽകാനുമുള്ള ഫീൽഡുകൾ ഉൾപ്പെടുന്നു. അവർ പൂർത്തിയാകുമ്പോൾ സബ്മിറ്റ് ഫീഡ്ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആപ്പ് ഉപഭോക്താവിന് അവരുടെ പ്രതികരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊരു മെസ്സേജും പ്രദർശിപ്പിക്കുന്നു. ഒരു സിമ്പിൾ ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കുന്നത് വളരെ നന്നായി പ്രവർത്തിച്ചു. നിങ്ങളുടെ ആപ്പിൽ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചറുകൾ ചേർക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെയുള്ള ഫീൽഡിൽ പുതിയ ടെക്സ്റ്റ് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്താൽ മതിയാകും. ഈ ഉദാഹരണത്തിന് സബ്മിറ്റ് ഫീഡ്ബാക്ക് ബട്ടൺ പച്ച നിറമാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് പ്രോംപ്റ്റ് റൺ ചെയ്യാം. ജെമിനി നിങ്ങളുടെ ആപ്പിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ഏകദേശം നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കോഡ് മാറ്റി എഴുതുകയും സബ്മിറ്റ് ഫീഡ്ബാക്ക് ബട്ടൺ ഇപ്പോൾ പച്ച നിറമാവുകയും ചെയ്യും. ടെക്സ്റ്റ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ആപ്പുകൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, എളുപ്പത്തിൽ അവയെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ആപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ലഭിച്ചതിന് ശേഷം അത് സേവ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യാനും സാധിക്കും. ഗൂഗിൾ AI സ്റ്റുഡിയോ ശക്തമായ ഒരു AI പ്ലാറ്റ്ഫോമാണ്. അത് വിവിധ തരം ജോലികൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ചിത്രം, ഒരു സിനിമാറ്റിക് വീഡിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിനായി ഒരു പുതിയ ആപ്പ് എന്നിവ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ AI സ്റ്റുഡിയോ ഉപയോഗിച്ച് ഇത് സൗജന്യമായി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇത് ജെമിനിയും ഗൂഗിൾ AI സ്റ്റുഡിയോയിലെ മറ്റു AI മോഡലുകളും എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സ്പീഡ് ട്യൂട്ടോറിയലായിരുന്നു. കൂടുതൽ വീഡിയോയ്ക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.